ബയോളജി ആൻഡ് ടെക്നോളജി എന്ന 6ാമത്തെ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. സോ കണ്ടിട്ട് നന്നായിട്ട് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നോക്കാം. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അതായത് നമുക്കറിയാമല്ലോ, ഫൈനൽ മോഡൽ എക്സാമിന് മാത്രമേ ഈ ചാപ്റ്റർ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം. DNA fingerprinting is a technology used to identify individuals by analyzing the arrangement of the nucleotides. How can individuals be identified using DNA fingerprinting technology? എങ്ങനെയായിരിക്കും സീക്വൻസ് ഓഫ് ദ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഓരോ പേഴ്സൺസിനും എന്തായിരിക്കും, നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റുകൾ പോലെ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൻ്റെ സീക്വൻസുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ സീക്വൻസുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്. റൈറ്റ്. അതർ യൂസസ് ഓഫ് ദ ടെക്നോളജി, മറ്റു യൂസസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന്, കൾപ്രിറ്റുകളെ കണ്ടെത്തുക. 2, ഹെറിഡിറ്ററി ഡിസീസസ് കണ്ടെത്തുക, പാരൻസിനെ കണ്ടെത്തുക എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് DNA ഫിംഗർ പ്രിന്റ് ടെക്നോളജി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. എന്താ തന്നിട്ടുള്ളത്? സ്റ്റേജസ് ഓഫ് വിച്ച് ടെക്നോളജി ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ. ഏതാണിത്? ഇത് ക്രിസ്പർ ടെക്നോളജിയാണ് അല്ലേ? ക്രിസ്പർ ടെക്നോളജിയാണ്. ഇപ്പം എന്താ ക്രിസ്പർ ടെക്നോളജി? വിച്ച് പാർട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്, വിച്ച് സ്റ്റേജ് യൂസസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ഗൈഡ് RNA ആണ്. ഗൈഡ് RNA നമ്മുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Y എന്ന് പറയുന്നത് ഏതാണ്? Y എന്ന് പറയുന്നത് കേസ് 9 എൻസൈമാണ്, നമ്മുടെ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ഏത് ടെക്നോളജിയാണിത്? ഇത് നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് അല്ലെ? എന്താ ചെയ്യുന്നത്? നെയിം ദ പ്രോസസ്. റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഹൗ ഡസ് ദിസ് പ്രോസസ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം? എങ്ങനെയായിരിക്കും ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും? ബൈ റിമൂവിങ് സ്പെസിഫിക് ജീൻസ്. ജീനിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ജീനുകൾ നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ എൻസൈംസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് P ആൻഡ് Q. P നമ്മൾ ഒട്ടിക്കുന്നതാണ്, അപ്പോൾ ഏതാണ്? ലിഗേസ് ആണ്. Q നമ്മൾ കട്ട് ചെയ്തതാണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്രിസ്പർ ടെക്നോളജിയും റീകോമ്പിനന്റ് DNA ടെക്നോളജിയും നമുക്ക് 100% നമ്മുടെ ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക് തന്നെയാണ്. പഠിച്ചിട്ട് വേണം പോകാൻ. ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. ഏതാണ്? ദ സീക്വൻസ് ഓഫ് ദ നൈട്രോജൻ ബേസ് ഇൻ ദ DNA ഈസ് എഡിറ്റഡ് സോ ആസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓർഗാനിസം. ത്രൂ ദാറ്റ് അൺവാണ്ടഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് ന്യൂ ക്യാൻ ബി ആഡഡ്. ഏത് ടെക്നോളജിയാണ്? ക്രിസ്പർ ടെക്നോളജിയാണ്. അതിൽ ഗൈഡ് RNAയുടെയും കേസ് 9ന്റെ ഉപയോഗം പറഞ്ഞു. ഗൈഡ് RNA സീക്വൻസ് കണ്ടെത്താനും കേസ് 9 അതിനെ കട്ട് ചെയ്ത് മാറ്റാനും പിന്നെ ഒട്ടിക്കാനും ഉപയോഗിക്കുന്നു. ഓക്കെ, വീണ്ടും സെയിം. ഹൗ ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ അല്ല വാട്ട് ഡസ് വാട്ട് കുറേ ക്ലാസ്സുകളായി അതാണ്. വാട്ട് ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്സ്? ഇതാണ് ക്രിസ്പർ ടെക്നോളജി. എക്സിൻ്റെ ഉപയോഗം എന്താണ്? ഗൈഡ് RNA ആണ്. ഹൗ പ്രോസസ് നടക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഗൈഡ് RNA വന്നിട്ട് നമുക്ക് ഏത് സ്പെസിഫിക് സീക്വൻസ് ആണോ മാറ്റേണ്ടത് അതിനെ കണ്ടെത്തുന്നു. നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇവിടെ എൻസൈം വന്നിട്ട് കേസ് 9 എൻസൈം വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് റിലേറ്റഡ് ടു റീകോമ്പിനന്റ് DNA ടെക്നോളജി. പ്ലാസ്മിഡ്സ് ആർ യൂസ്ഡ് ടു കട്ട് എ സ്പെസിഫിക് സീക്വൻസ്. പ്ലാസ്മിഡ്സ് അല്ല, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ തെറ്റാണ്. DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം 2 or more different organisms are combined. ശരിയാണ്. ലിഗേസ് എൻസൈംസ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ദ DNA. അപ്പോൾ എന്താണ്? 1 തെറ്റും 2 3 ശരി. അപ്പോൾ 1 തെറ്റ് 2 3 ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ബൈ അനലൈസിംഗ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ടെക്നോളജിയുടെ പേര് DNA ഫിംഗർ പ്രിന്റിംഗ്. ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ബി ഐഡന്റിഫൈഡ്? ബൈ യൂസിങ് അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മളത് കണ്ടെത്തുന്നത്. അടുത്ത, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ. ഏതാണ്? ക്രിസ്പർ ടെക്നോളജിയാണ്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് RNA ആണ്. Y എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് 9 എൻസൈം ആണ്. ഇത് ദയവ് ഇത് തെറ്റിപ്പോകരുത്. ഇപ്പം തന്നെ ഞാൻ പലതവണ പറഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. 100% ഇതിലും ചോദ്യം ഉണ്ടാകും. എക്സിൻ്റെ വൈയുടെ റോൾ എന്താണ്? എക്സിൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വൈയുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കട്ട് ചെയ്യുക എന്നുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഇതുവരെ നമ്മുടെ എന്താണ് SCRT ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൂ. സോ നോക്കിയിട്ട് പോവുക. സിമ്പിൾ ചാപ്റ്റർ ആണ്. പഠിക്കാൻ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.